ഇന്ന് നമുക്ക് കരിക്കൊണ്ടൊരു മൊജിറ്റ ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. മണ്ടയൊക്കെ ഒരു വിധത്തിൽ പൊട്ടിച്ചെടുത്ത് ഈ തേങ്ങയൊക്കെ അമ്മ ഒതുക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പോകുന്ന പോലെ തന്നെ ഇതിൻ്റെ മണ്ടക്കത്തെ കാന്ന് തിന്നില്ലെങ്കിൽ ഒരു സുഖമില്ലെന്നേ. അങ്ങനെ നേരെ ജാറിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു, എന്തായാലും അടിക്കാനുള്ളതാണ്. അപ്പോൾ ജാറിനകത്തോട്ട് നേരെ കമത്തി. അത്യാവശ്യം ഏറെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു കാമ്പിന് നല്ല കട്ടിയുണ്ടെന്ന്. തിൻ ടൈപ്പ് കാമ്പായിരുന്നു കേട്ടോ. അയ്യോ ഇതിങ്ങനെ കോരി കഴിക്കാൻ എന്നാ രസമാണെന്നറിയോ. ഇപ്പം മൊജിറ്റ ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഞാൻ കഴിച്ചില്ല, കാരണം കാമ്പ് കുറച്ചേ ഉള്ളായിരുന്നു. അത് നന്നായിട്ട് ജാറിനകത്തോട്ട് എല്ലാം ഇളക്കിയിട്ടതിന് ശേഷം മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഓൾറെഡി മധുരമുണ്ട് എങ്കിലും കുറച്ചുകൂടെ മധുരം നമുക്ക് ആവശ്യമാണ്. അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അടിച്ചെടുക്കണം. എന്നിട്ടൊരു നാരങ്ങ എടുത്ത് സ്ലൈസായിട്ട് മുറിച്ചിട്ടിട്ട് കുറച്ച് മിൻറ്റ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിക്കണം. എനിക്കതിങ്ങനെ അമക്കാനും ഉള്ള സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടികല്ലിൻ്റെ സാധനം ഇട്ടിട്ടോ സെറ്റ് ചെയ്ത്. എന്തായാലും ഒന്ന് സെറ്റായാൽ പോരെ. അതിന് ഞാൻ ഐസ് ക്യൂബ് കൂടെ, ആവശ്യത്തിന് ഐസ് ക്യൂബ് കൂടെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച കരിക്ക് അങ്ങോട്ട് ഒഴിക്കണം. ഹാഫ് ഒഴിച്ചാൽ മതി. ഇനിയാണ് ഇതിനോട് ഒരു സൂത്രം ചെയ്യേണ്ടത്. നമ്മുടെ സോഡയും കൂടെ അങ്ങോട്ട് അടിച്ച് പതപ്പിച്ച് അതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കണം. ഞാൻ പോയപ്പോൾ എനിക്ക് ഒരു കരിക്കേ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കും, ഫസ്റ്റായിട്ട് കുടിക്കുക. അല്ലെങ്കിൽ ഞാൻ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കി കുടിച്ചിട്ടേ വീഡിയോ ഒക്കെ എടുക്കത്തുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സായി, കാരണം സോഡയുടെ കൂടെ നാരങ്ങയും മിൻറ്റും കരിക്കും എല്ലാം ഒന്ന് സെറ്റാകണ്ടേ. എന്നിട്ട് കുടിച്ച് എൻ്റെ പൊന്നോ, ചൂട് സമയത്ത് ഇത് കുടിക്കണം, എന്നാ സൂപ്പറാണെന്നറിയാമോ. അപ്പോൾ ഇങ്ങനെ ആരും കുടിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ, സൂപ്പറാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ.